നേഷൻ ഫസ്റ്റ് ചാനലിൽ ഇന്ന് നമ്മോടൊപ്പമുള്ളത് മുതിർന്ന മാധ്യമപ്രവർത്തകൻ ശ്രീ പി.ടി. ചാക്കോയാണ്. നമസ്കാരം. നമസ്കാരം സർ, ഒരു തെരഞ്ഞെടുപ്പിൻ്റെ ചൂടിലേക്ക് നമ്മൾ കേരളം പൊയ്ക്കൊണ്ടിരിക്കുന്നു. ഏതാണ്ട് ഇനി ഒരു 20 ദിവസം മാത്രം ഒരു തെരഞ്ഞെടുപ്പിന്, അത് വളരെ ചുരുങ്ങിയ ഒരു സമയം. UDFിൻ്റെ അല്ലെങ്കിൽ കോൺഗ്രസിൻ്റെ ഏറ്റവും തലമുതിർന്ന നേതാവ് ബഹുമാനപ്പെട്ട നമ്മുടെ മുൻ മുഖ്യമന്ത്രി ഉമ്മൻചാണ്ടി സാറിനോടൊപ്പം നീണ്ടകാലം പ്രവർത്തിക്കാൻ അല്ലെങ്കിൽ അദ്ദേഹത്തോടൊപ്പം സഞ്ചരിച്ച ഒരു വ്യക്തിയാണ് താങ്കൾ. പത്രപ്രവർത്തനവും തുടർന്ന് PRDയിൽ ഉദ്യോഗസ്ഥനുമായി താങ്കൾ താങ്കളുടെ ഔദ്യോഗിക ജീവിതം കൊണ്ടുപോകുന്നതിലൂടെ ഒരുപാട് അനുഭവ സമ്പത്ത് താങ്കൾക്കുണ്ട്. സർ, നമ്മുടെ ചോദ്യം, സർക്കാർ ഈ തെരഞ്ഞെടുപ്പ് അടുപ്പിച്ച് അവരുടെ ആ ഒരു ദൂർത്തിനെ കുറിച്ചാണ്. PRD എന്ന് പറയുന്ന സംവിധാനം, സാറും PRDയിൽ ഒരു ജീവനക്കാരനാണ്, PRD ജീവനക്കാരനായി ഇരുന്ന ഒരു വ്യക്തിയാണ്. സർ, അവർക്ക് അവരുടെ കയ്യിൽ ഒരു ടൂളായി, അവർക്ക് അവരുടെ പബ്ലിസിറ്റിക്ക് വേണ്ടി ഒരു ടൂളായി PRDയെ ഉപയോഗപ്പെടുത്തിയതിനെ കുറിച്ചും കൂടാതെ കിഫ്ബിയും അല്ലാതെയും ഒക്കെ ഉണ്ടായിരുന്ന ഒരു ദൂർത്തിനെ കുറിച്ചും താങ്കളുടെ അറിവിൽ നിന്ന് എന്തൊക്കെയാണ് പറയാൻ കഴിയുന്നത്? വളരെ പ്രധാനപ്പെട്ടതും പ്രസക്തവുമായിട്ടുള്ള ഒരു വിഷയമാണ് ഇപ്പോൾ ഉന്നയിച്ചിരിക്കുന്നത്. അപ്പോൾ ഇത്തവണത്തെ തെരഞ്ഞെടുപ്പിന്റെ ഏറ്റവും വലിയ ഒരു സവിശേഷതയായിട്ട് ഞാൻ കാണുന്നതും അതുതന്നെയാണ്. അതായത് സർക്കാർ മെഷീനറിയുടെ ഒരു ദുരുപയോഗം എന്നതിലുപരി PRDയെ എങ്ങനെയാണ് ഈ സർക്കാർ ദുരുപയോഗിച്ചത്, അതുപോലെ തന്നെ കിഫ്ബിയെ എങ്ങനെയാണ് ഈ സർക്കാർ ദുരുപയോഗിച്ചത്, അതിലെ ഫണ്ട് എങ്ങനെയാണ് ഗവൺമെന്റിന്റെ പ്രചാരണത്തിനുപരിയായിട്ട് പാർട്ടിയുടെ പ്രചാരണത്തിനാക്കി മാറ്റിയത് എന്നുള്ളതാണ് നമ്മുടെ പിന്നിലുള്ള പ്രധാനപ്പെട്ട വിഷയം. കേരളത്തിന്റെ ചരിത്രത്തിൽ ഇതാദ്യമായിട്ട് PRDയുടെ പരസ്യ ചെലവ് ഏതാണ്ട് 127 കോടി രൂപ കവിഞ്ഞു. അതുപോലെ തന്നെ കിഫ്ബിയുടേത് ഒരു 120 കോടി രൂപയിലെങ്കിലും എത്തിയിട്ടുണ്ട്. അതായത് 250 കോടി രൂപയാണ് സർക്കാർ ഈ തെരഞ്ഞെടുപ്പിനോടനുബന്ധിച്ച് പൊടിപൊടിച്ചത്. നിങ്ങൾക്കറിയാലോ, കേരളത്തിന്റെ പൊതുകടം എന്ന് പറയുന്നത് ഇപ്പം 6 ലക്ഷം കോടി രൂപയാണ്. കോഴിക്കോട് മെഡിക്കൽ കോളേജിലെ ഹഷീന എന്ന ഒരു യുവതി 5 വർഷം കത്രിയ വയറ്റിലിട്ട് കിടന്ന് ദുരിതം അനുഭവിച്ച സ്ത്രീയാണ്. അതുപോലെ തന്നെ ആലപ്പുഴ മെഡിക്കൽ കോളേജിൽ ഉഷ ജോസഫ് എന്ന് പറയുന്ന മറ്റൊരു യുവതി സമാനമായ ഒരു ദുരന്തത്തിൽ കൂടി അല്ലെങ്കിൽ ദുരിതത്തിൽ കൂടി കടന്നു പോയതാണ്. അവർക്കൊന്നും 5 പൈസ കൊടുക്കാൻ തയ്യാറാകാത്ത ഒരു സർക്കാരാണ് 250 കോടി രൂപ, ഒന്നും രണ്ടും അല്ല, 250 കോടി രൂപ ഇങ്ങനെ തെരഞ്ഞെടുപ്പ് പ്രചാരണത്തിനായിട്ട് ചെലവഴിച്ചത് എന്നുള്ളതാണ് ഇത്തവണത്തെ പ്രത്യേകത. ഈ PRDക്ക് സാധാരണഗതിയിൽ PRDയുടെ ഉദ്ദേശ ലക്ഷ്യം തന്നെ സർക്കാരിന്റെ കാര്യങ്ങളൊക്കെ പ്രചരിപ്പിക്കുക എന്നുള്ളതാണ്. അപ്പം ഉമ്മൻചാണ്ടി സാറിന്റെ കാലത്തും പിന്നീട് ഞാൻ PRD പ്രവർത്തിച്ചപ്പോഴും ഒക്കെ നമ്മൾ ആ രീതിയിൽ അങ്ങനെ പ്രവർത്തിച്ചിട്ടുമുണ്ട്. അപ്പോഴൊക്കെ ചെയ്യുന്ന ഒരു കാര്യം എന്നാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, നമുക്ക് വകുപ്പിന് ഒരു നിർദ്ദിഷ്ട തുകയുണ്ട്. ഇത്തവണ 80 കോടി രൂപയാണ് PRDയുടെ വകുപ്പിനായിട്ട് അനുവദിച്ചിരിക്കുന്നത്. എപ്പോഴും ആ ചെലവിനകത്ത്, അതായത് ബജറ്റിൽ അനുവദിച്ചിരിക്കുന്ന തുകയ്ക്കകത്ത് നിന്നുള്ള പ്രവർത്തനങ്ങളാണ് എപ്പോഴും എല്ലാ വകുപ്പുകളും ചെയ്യുന്നത്. ഇത്തവണ PRDക്ക് ആ 80 കോടി രൂപയ്ക്ക് പുറമെ അഡീഷണൽ ആയിട്ട് ഒരു 22 കോടി രൂപ ആദ്യം അനുവദിച്ചു. പിന്നെ ഒരു 15 കോടി രൂപ വീണ്ടും അനുവദിച്ചു. അങ്ങനെ 127 കോടിയോളം രൂപയാണ് PRDക്ക് ഇത്തവണ ഗവൺമെന്റ് പ്രചാരണ പ്രവർത്തനങ്ങൾക്കായിട്ട് അനുവദിച്ചത്. അതുപോലെ തന്നെ ഇത്തവണ അധാർമികമായ രീതിയിലുള്ള പല പ്രചാരണ പരിപാടികളും സംഘടിപ്പിച്ചു. ഉദാഹരണത്തിന് പാർട്ടി പത്രത്തിൽ തയ്യാറാക്കിയ ഒരു പരസ്യം, അവരുടെ ഫോണ്ട് ഉപയോഗിച്ച് തയ്യാറാക്കിയ ഒരു പരസ്യം, അത് എല്ലാ പത്രസ്ഥാപനങ്ങളിലും അത് നാടകീയമായിട്ട് അല്ലെങ്കിൽ ഗൂഢമായിട്ട് പ്രസിദ്ധീകരിക്കാനായിട്ട് സർക്കാർ ശ്രമിച്ചു. അതായത് മുൻ ഗവൺമെന്റിനെ വളരെയധികം ഇകഴ്ത്തിക്കെട്ടിയും കുറ്റപ്പെടുത്തിയും ആരോപണങ്ങൾ ഉന്നയിച്ചും കൊണ്ടുമാണ് ആ പരസ്യം പ്രസിദ്ധീകരിച്ചത്. അതും
കേരളത്തിന്റെ ചരിത്രത്തിൽ നടാടെയാണ്. PRD ഒരിക്കലും മുൻ സർക്കാരുകളെ കുറ്റപ്പെടുത്തിക്കൊണ്ട് അങ്ങനെ ഒരു പരസ്യം ചെയ്ത ചരിത്രമില്ല. കാരണം ആ സർക്കാരിന്റെ കൂടെയും പ്രവർത്തിച്ചത് ഇതേ PRD തന്നെയാണ്. അപ്പോൾ ഇത് മുൻ സർക്കാരിനെ ഈ പാർട്ടിപത്രങ്ങളിൽ വന്നിരിക്കുന്ന ഏതാനും വാർത്തകൾ എല്ലാം കൂടെ കുരുത്തെടുത്ത് ആണ് ഈ പരസ്യം തയ്യാറാക്കിയത്. എന്നിട്ട് ഈ പരസ്യം ചില പത്രങ്ങളൊക്കെ നേരത്തെ കൊടുത്തു കഴിഞ്ഞാൽ അവര് പ്രസിദ്ധീകരിക്കാൻ വിസമ്മതിക്കും എന്ന് സംശയം ഉള്ളത് കൊണ്ടാണോ എന്നറിയില്ല. എന്തായാലും രാത്രി വളരെ വൈകി, അതായത് 9-9:30 ആയിക്കഴിഞ്ഞപ്പോഴാണ് ഇതിന്റെ ഓർഡർ പത്രങ്ങൾക്ക് കൊടുക്കുന്നത്. അതായത് പത്രങ്ങൾ ഏതാണ്ട് പ്രിന്റിങ്ങിന്റെ സമയത്ത് എത്തിയപ്പോഴാണ് ഈ പരസ്യം അവരുടെ കയ്യിൽ കിട്ടുന്നത്. അപ്പോൾ അതൊന്ന് ഓടിച്ചു നോക്കാനോ, ഇനി അതിനകത്ത് പ്രശ്നമുണ്ടെങ്കിൽ തന്നെ 2 പേജ് പരസ്യമാണ്. 2 പേജ് പരസ്യം മാറ്റി വെച്ച് കഴിഞ്ഞാൽ അതിനുള്ള മാറ്റം ഉണ്ടാകണ്ടേ? അങ്ങനെ പത്രങ്ങളെ ശരിക്കും ഗൺ പോയിന്റിൽ നിർത്തിയാണ് ആ പരസ്യം അന്ന് പ്രസിദ്ധീകരിച്ചത്. ഏതാനും പത്രങ്ങള് അത് പ്രസിദ്ധീകരിച്ചതില്ല ഏതാനും. കാരണം അവര് നോക്കിയപ്പോൾ അത് എല്ലാ മാനദണ്ഡങ്ങളും എല്ലാ മര്യാദകളും തകർത്ത് കളഞ്ഞ, കീഴ്മേൽ മറിച്ച ഒരു പരസ്യമായതുകൊണ്ടാണ് അത് പത്രങ്ങൾ ഏറ്റെടുക്കാത്തത്. അത് വകുപ്പിന്റെ ഭാഗത്തു നിന്ന് വന്ന അതീവ ഗുരുതരമായ ഒരു വീഴ്ചയാണ്. രാഷ്ട്രീയ സമ്മർദ്ദത്തിന് വഴങ്ങി അവർക്ക് ചെയ്യേണ്ടി വന്നു എന്നുള്ളതാണ് സത്യം. അതിനെതിരെ ഇപ്പൊ കോടതിയിൽ പോയിട്ടുണ്ട്. എന്തായാലും ഒരു പുതിയ ഗവൺമെന്റ് വന്നു കഴിഞ്ഞാൽ ഇതേക്കുറിച്ചൊക്കെ അന്വേഷണം ഉണ്ടാകുകയും ബന്ധപ്പെട്ട ഉദ്യോഗസ്ഥരൊക്കെ അതിനകത്ത് കുടുങ്ങുന്ന ഒരു സാഹചര്യവുമാണ് യഥാർത്ഥത്തിൽ ഉണ്ടായിരിക്കുന്നത്. അതുപോലെ തന്നെ സർക്കാരിന്റെ പണം ഉപയോഗിച്ച് പാർട്ടി പ്രവർത്തകർക്കും പാർട്ടിക്കും വേണ്ടിയിട്ട് പ്രചാരണം നടത്തുന്നതും നടാടെയാണ്. നവകേരള സർവേ എന്നൊരു പറഞ്ഞൊരു ഒരു പരിപാടി സർക്കാർ ആവിഷ്കരിച്ചിരുന്നു. അതിന് 20 കോടി രൂപ അനുവദിച്ചിട്ടുണ്ട്. അപ്പൊ അതിൻ്റെ അകത്ത് ഉദ്ദേശിക്കുന്നത് കുറച്ച് ചോദ്യാവലിയുമായിട്ട് ആളുകള്, വോളണ്ടിയേഴ്സ്, അവര് വീടുകളിലെത്തും. അപ്പം ചില ചോദ്യങ്ങൾ ചോദിക്കും, അത് പൂരിപ്പിച്ച് അവരുടെ നിർദ്ദേശങ്ങൾ ഗവൺമെന്റിന് കൊടുക്കണം. അതോടൊപ്പം തന്നെ യഥാർത്ഥത്തിൽ ഇനിയിപ്പം ഈ ജനങ്ങളിൽ നിന്ന് നിർദ്ദേശങ്ങളെ സ്വീകരിച്ചിട്ട് എന്ത് ചെയ്യാനാണ്, എവിടെ നടപ്പാക്കാനാണ്? അതിനുള്ള സമയവും ഇല്ലല്ലോ. അപ്പം ശരിക്കും ഇവരുടെ ലക്ഷ്യം എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാല് സർക്കാരിന്റെ വികസന നേട്ടങ്ങൾ 8 ലക്ഷം കോപ്പി ലഘുലേഖകൾ അടിച്ചു വെച്ചിരിക്കുകയാണ്. അതുകൊണ്ടാണ് ഈ വോളണ്ടിയേഴ്സ് പോകുന്നത്. അപ്പൊ ഈ വികസന നേട്ടങ്ങൾ നേരിട്ട് വീടുകളിൽ എത്തിക്കുക എന്നുള്ളതാണ് ഈ നവകേരള സർവേയുടെ യഥാർത്ഥ ലക്ഷ്യമെന്ന് പറയുന്നത്. അപ്പം അതും പോട്ടെ, ഗവൺമെന്റ് അങ്ങനെ പ്രചാരണം നടത്താൻ ഒരു മെത്തേഡായിട്ട് അതിനെ സ്വീകരിച്ചതിനെ ഞാൻ കുറ്റം പറയുന്നില്ല. പക്ഷെ അതിന്റെ അധാർമികത എവിടെയാണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഈ ലീഫ്ലെറ്റുമായിട്ട് പോകുന്നവർക്കും ഈ ചോദ്യാവലിയുമായിട്ട് പോകുന്നവർക്കും പ്രതിഫലം കൊടുക്കുന്നു എന്നുള്ളതാണ്. അതായത് നമ്മുടെ വീട്ടിൽ ഒരു വീട് സന്ദർശിച്ചു കഴിഞ്ഞാൽ അവർക്ക് 10 രൂപ കൊടുക്കും. ഡെയിലി 100 വീടൊക്കെ സന്ദർശിക്കുക എന്നുള്ളതാണെന്ന് തോന്നുന്നു അവരുടെ ടാർഗറ്റ് ഇട്ടിരിക്കുന്നത്. എന്തായാലും പാർട്ടിക്കാർക്ക് ഒരു വരുമാനം ഇതിൽ കൂടി ഉണ്ടാക്കി കൊടുക്കുകയായിരുന്നു ഇതിന്റെ മറ്റൊരു ലക്ഷ്യം. അങ്ങനെ ഏതാണ്ട് 2 കോടി രൂപയോളം ആണ് ഇത് ഇങ്ങനെ വിതരണം ചെയ്യാനായിട്ട് മാറ്റിവെച്ചത്. അത് പിന്നെ ഈ പൈസ എങ്ങനെ കൊടുക്കും? കാരണം അതിനവരൊരു പൊളിറ്റിക്കൽ സംവിധാനം ഉണ്ടാക്കിയിട്ടുണ്ട്. ഇടതുപക്ഷത്തിന്റെ ഗസ്റ്റഡ് ഓഫീസ് അസോസിയേഷൻകാർ സർട്ടിഫൈ ചെയ്ത് കൊടുത്താൽ മതി. അതായത് ആ മണ്ഡലത്തിൽ, ആ ഏരിയയിൽ ഫോർ എക്സാമ്പിൾ ഇങ്ങനെ 5000 വീട് കയറി എന്ന് അവരെഴുതി ഒപ്പിട്ട് കൊടുത്തു കഴിഞ്ഞാൽ ആ 5000 വീട് കയറിയതിന്റെ പൈസ PRD ഇൻഫർമേഷൻ ഓഫീസർ കൊടുക്കണം. PRD ഇൻഫർമേഷൻ ഓഫീസർമാർക്കാണ് ഇതിന്റെ അലോട്ട്മെന്റ് പോയിരിക്കുന്നത്. അപ്പം ഈ PRD ഇൻഫർമേഷൻ ഓഫീസർമാരെ ഇതെങ്ങനെ വെരിഫൈ ചെയ്യും? ഇവരവിടെ പോയിട്ടുണ്ടോ, ഇത് ഫേക്ക് ആണോ, ഇവരുടെ ഈ അക്കൗണ്ട് സ്റ്റേറ്റ്മെന്റ് ഒന്നും നമുക്ക് കറക്റ്റ് ആയിട്ട് പറയാൻ പറ്റത്തില്ല. അതായത് അതിനെ ഓഡിറ്റ് ചെയ്യാനും പറ്റത്തില്ല. ചുരുക്കം പറഞ്ഞു കഴിഞ്ഞു കഴിഞ്ഞാല് സർക്കാരിന്റെ പൈസ എടുത്ത് പാർട്ടിക്കാർക്ക് കൊടുക്കുക, അതാണ് ആ പ്രചാരണ പരിപാടിയിലൂടെ ഉദ്ദേശിച്ചത്. അതുപോലെ ഇപ്പം മുഖ്യമന്ത്രിയും മോഹൻലാലുമായിട്ട് നടത്തിയ ഒരു അഭിമുഖം, അത് യഥാർത്ഥത്തിൽ
ഏത് ചാനലുകൾക്കും പിന്നെ വളരെയധികം വ്യൂവർഷിപ്പ് ഉള്ളതുകൊണ്ട് ഏത് ചാനലുകളും അത് കൊത്തിയെടുക്കും. പക്ഷെങ്കിൽ എല്ലാവർക്കും പൈസ കൊടുത്താണ് ഈ പരിപാടി സംപ്രേഷണം ചെയ്തത്. ഒരു ഒറ്റ ചാനലിന് മാത്രം 75 ലക്ഷം രൂപ കൊടുക്കേണ്ടി വന്നു. അങ്ങനെ 20 ചാനലുകൾ ഉണ്ടെന്ന് ഓർക്കുക. അപ്പൊ ഇതിന്റെ ചിത്രീകരണത്തിനും സംവിധാനത്തിനും ഒക്കെ ആയിട്ട് ഒരു 11.5 ലക്ഷം രൂപ PRD അനുവദിക്കുകയും ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെയാണ് വേടന്റെ സംഗീത പരിപാടി, അതിന്റെ നിർമ്മാണത്തിന് 41.5 ലക്ഷം രൂപയാണ് അനുവദിച്ചത്. സ്റ്റീഫൻ ദേവസിയുടെ പാട്ടിന് 39 ലക്ഷം രൂപ കൊടുത്തിരിക്കുകയാണ്. അതുപോലെ തന്നെ ഒരു സിനിമാ നടിയുടെ വെച്ചുള്ള ഒരു പരസ്യത്തിനും അതുപോലെ ഏതാണ്ട് 1/2 കോടിയോളം രൂപ ചെലവഴിച്ചിട്ടുണ്ട്. പിന്നെ 20 മന്ത്രിമാർക്ക് 20 ചാനലുകളിൽ ഇന്റർവ്യൂ, അതായത് 400 ഇന്റർവ്യൂ, അതും പൈസ കൊടുത്ത് ജയിച്ചതാണ്. അങ്ങനെ ഇടം വലം നോക്കാതെ പരസ്യത്തിന് വേണ്ടിയിട്ട് പൈസ ചെലവഴിച്ചു. അതുപോലെ തന്നെയാണ് മറ്റൊരു പുതുമ ഇത്തവണ വന്നത്. കിഫ്ബി ഒരു പരസ്യദാതാവായിട്ട് രംഗപ്രവേശം ചെയ്തു. യഥാർത്ഥത്തിൽ PRDയെ കവച്ചു വെക്കുന്ന രീതിയിലാണ് അവരുടെ പരസ്യം. കിഫ്ബിയുടെ പരസ്യങ്ങൾ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കത്തി നിരക്കാണ് താനും. അതായത് PRD നിരക്കിനേക്കാളും 3-4 ഇരട്ടിയിലുള്ള റേറ്റാണ് അവർ വാങ്ങുന്നത്. കൊമേഴ്ഷ്യൽ റേറ്റിലുള്ള നിരക്കാണ് അവർ മേടിക്കുന്നത്. അപ്പം എന്താണ് ഈ കിഫ്ബി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇവിടെ അടിസ്ഥാന സൗകര്യ വികസനം ഉണ്ടാക്കാൻ വേണ്ടി രൂപീകരിച്ചിരിക്കുന്ന ഒരു ഏജൻസി. അതിൻ്റെ പിന്നെ അതിൻ്റെ ഫണ്ട് എന്ന് പറയുന്നത് വായ്പ എടുത്തുള്ളതാണ്. 8.9% നിരക്കിൽ വായ്പ എടുത്താണ് അതിൻ്റെ നിക്ഷേപങ്ങൾ നടത്തുന്നത്. പിന്നെ നമ്മൾ കൊടുക്കുന്ന മോട്ടോർ വാഹന നികുതി, ഇന്ധന സെസ്, അതിൽ കൂടിയൊക്കെയാണ് അവർക്ക് കിഫ്ബിക്ക് പണം സമാഹരിക്കാനായിട്ട് കഴിയുന്നത്. അത് ഇങ്ങനെയുള്ള വികസന പ്രവർത്തനങ്ങൾ, ഇൻഫ്രാസ്ട്രക്ചർ, അടിസ്ഥാന സൗകര്യ വികസനം, അതിനു വേണ്ടിയിട്ട് വിനിയോഗിക്കേണ്ട ആ പണം, അതിൽ നിന്നാണ് ഈ ഒരു 150 കോടി രൂപ എടുത്ത് പരസ്യത്തിനായിട്ട് ചെലവഴിച്ചു എന്നുള്ളതാണ് അതിൻ്റെ ഏറ്റവും വികൃതമായ ഒരു മുഖം. അതായത് ഞാൻ നേരത്തെ സൂചിപ്പിച്ച പോലെ 6 ലക്ഷം കോടി രൂപ കടമുള്ള ഒരു സംസ്ഥാനം, പൂച്ച പെറ്റുകിടക്കുന്ന ട്രഷറി, ദൈനംദിന കാര്യങ്ങൾ പോലും മുന്നോട്ട് കൊണ്ടുപോകാനായിട്ട് ഏറെ കഷ്ടപ്പെടുന്ന ഒരു കാലഘട്ടം. ജനങ്ങളാണെങ്കിൽ എല്ലാവിധ ക്ലേശ നഷ്ടങ്ങളിൽ കൂടി കടന്നു പോകുന്നു. അങ്ങനെയുള്ളപ്പോഴാണ് ഇൻഫ്രാസ്ട്രക്ചർ വികസനത്തിന് വേണ്ടിയിട്ടൊരു സ്പെഷ്യൽ പർപ്പസ് വെഹിക്കിളായിട്ട് രൂപീകരിച്ചിരിക്കുന്ന കിഫ്ബിയെ ഉപയോഗിച്ചുകൊണ്ട് ഈ രീതിയിൽ ഉള്ള വലിയ തോതിലുള്ള ഒരു പ്രചാരണം അഴിച്ചുവിട്ടത്. അതും യഥാർത്ഥത്തിൽ ഒരു അധാർമികമായ ഒരു പരിപാടിയായിരുന്നു എന്ന് പറയാതെ വയ്യ. അപ്പോൾ സാറ് ചോദിക്കാനുള്ള ഒരു ചോദ്യം, ഈ PRD എന്ന് പറയുന്ന, ഇപ്പൊ PRDയിൽ സാറ് പിന്നെ ഉദ്യോഗസ്ഥനായിരുന്ന ആളാണ്. അപ്പോൾ PRDയിലെ ഉദ്യോഗസ്ഥരെ നിയന്ത്രിക്കുന്നത് ഇപ്പോൾ ഈ കഴിഞ്ഞ കാലയളവിൽ സാർ ഈ പറഞ്ഞ സംഭവങ്ങളൊക്കെ നടക്കുമ്പോൾ ദേശാഭിമാനിയിൽ നിന്ന് ഡെപ്യൂട്ടേഷനിൽ മുഖ്യമന്ത്രിയുടെ ഓഫീസിൽ വന്നിരുന്ന മഹത് വ്യക്തികളാണ് എന്ന് പറഞ്ഞാൽ അത് സാറ് സമ്മതിക്കൂ? അത് തീർച്ചയായിട്ടും അത് ശരിയാണ്. അതിൻ്റെ അതായത് ഇവിടെ UDF സർക്കാരുകളൊക്കെ വന്നപ്പോഴൊക്കെ അതിൻ്റെ പ്രസ് സെക്രട്ടറി ആയിട്ടൊക്കെ നിയമിച്ചിട്ടുള്ളത് ഡിപ്പാർട്ട്മെന്റിൽ നിന്നുള്ള ആൾക്കാരെയാണ്. അതേസമയം LDF അധികാരത്തിൽ വരുമ്പോൾ അവര് ദേശാഭിമാനിയിൽ നിന്നുള്ളവരെയാണ് ഇതിനായിട്ട് സെലക്ട് ചെയ്യുന്നത്. അപ്പോൾ ഈ പ്രസ് സെക്രട്ടറിക്കൊക്കെ ഒരു നിർണായകമായ റോള് ഈ PRDയുടെ ദൈനംദിന പ്രവർത്തനങ്ങൾക്കകത്തുണ്ട്. പിന്നെ UDFന്റെ കാലത്തെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇപ്പൊ ഉമ്മൻചാണ്ടി സാറ്, അതുപോലെ തന്നെ PRDയുടെ മന്ത്രിയായിരുന്ന KC ജോസഫ് സാറ്, PRDയുടെ ഡയറക്ടറായിരുന്ന മിനി ആന്റണി മാഡം, ഇവരെന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അവര് ഇക്കാര്യങ്ങളിലൊക്കെ വളരെ സ്ട്രിക്റ്റ് ആയിട്ടുള്ള വകുപ്പ് തലവന്മാരാണ്. അവരുടെ അടുത്ത് നമ്മൾ വഴിവിട്ട ഒരു കാര്യം നടത്തണമെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അവർ ഒരിക്കലും അതിന് സമ്മതിക്കുകയില്ല. സർക്കാരിന്റെ ഒരു നയ പൈസ ധൂർത്തടിക്കാനായിട്ട് അവര് സമ്മതിക്കുകയുമില്ല. ഇനി നമ്മൾക്ക് അങ്ങനെ ചെയ്യണമെന്ന് ആഗ്രഹമുണ്ടെങ്കിൽ പോലും
തലപ്പത്തിരിക്കുന്നവർ വളരെ ജാഗരൂകരായിരിക്കുമ്പോൾ നമുക്കത് ചെയ്യാനും പറ്റത്തില്ല. അപ്പോൾ സാർ ഇത് ഈ പറയുന്ന പോലെ കാലാകാലങ്ങളിൽ ഇപ്പോൾ സാറ് PRD ഉദ്യോഗസ്ഥനായിട്ട് വർഷങ്ങളായിട്ടുണ്ട്, മാധ്യമപ്രവർത്തനത്തിലും സാർ ഉണ്ടായിരുന്ന ഒരാളാണ്. അപ്പോൾ ഇവരുടെ ഒരു ഹുങ്കല്ലേ സാർ, ഒരു അഹങ്കാരമല്ലേ ഇങ്ങനെ ദേശാഭിമാനി ഇന്ന് ഡെപ്യൂട്ടേഷനിൽ വരിക, PRDയുടെ ദൈനംദിന കാര്യങ്ങളിൽ ഇടപെടുക, ഇങ്ങനെ ഈ സാറ് പറഞ്ഞ പോലെ രാത്രിക്ക് രാത്രി പത്രമാധ്യമങ്ങളിലൂടെ 10 കൊല്ലം മുമ്പുണ്ടായ ഒരു വിഷയത്തെ കണ്ടാൽ ഒരു വാർത്ത പോലെ തോന്നിക്കത്തക്ക രീതിയിൽ കൊടുക്കുക. സാർ ഇതെല്ലാം ശരിക്കും താങ്കളെപ്പോലെ തന്നെ ഉദ്യോഗസ്ഥർ ആണ് ഇതെല്ലാം ചെയ്യേണ്ടി വരുന്നത്. സാർ നാളെ അവർക്ക് മറ്റൊരു സർക്കാരിന്റെ PR വകുപ്പിൽ ജോലി ചെയ്യുന്നതിന് ബുദ്ധിമുട്ടാകില്ലേ? അത് അവരെ എത്രത്തോളം ബാധിച്ചിട്ടുണ്ടാകും എന്ന് കൂടെ പറഞ്ഞുകൊണ്ട് നമുക്ക് ഈ സംസാരം അവസാനിപ്പിക്കാം. ഇതെല്ലാം ജനം അറിയണം. ഇങ്ങനെയുള്ള സംഗതികൾ, അങ്ങനത്തെ ഒരു ഹുങ്ക് അല്ലെങ്കിൽ ഇത്തരത്തിലുള്ള ഒരു അഹങ്കാരം, ഇങ്ങനെയുള്ള ഒരു വഴിവിട്ട ചെലവ് ഇതിനു വേണ്ടി ചെലവാക്കി എന്നുകൂടെ സാറ് പറഞ്ഞതിലൂടെ ജനങ്ങൾ മനസ്സിലാക്കുന്നുണ്ട്. പക്ഷേ താങ്കൾ ഉൾപ്പെടെയുള്ള ഈ ഉദ്യോഗസ്ഥർ, താങ്കൾക്കറിയാവുന്ന നിരവധി ഉദ്യോഗസ്ഥർ, താങ്കളെ പോലെ തന്നെ PRDയിൽ ജോലി ചെയ്യുന്ന അല്ലെങ്കിൽ സാറിന് അറിയാവുന്ന വ്യക്തികൾ, ഇവർക്കൊക്കെ എന്തെങ്കിലും, ഇതിപ്പോൾ കോടതിയിൽ എന്തോ കേസായി എന്ന് പറയുന്നത് കേട്ടു, കോടതി അതിനെ തീർത്തും അവരെ രക്ഷപ്പെടുത്തി എന്ന് പറയുന്നുണ്ട്. പക്ഷെ നിങ്ങളെപ്പോലുള്ളവർ ഇതിൽ പെട്ടുപോകുന്നതല്ലേ? സാറിന് എന്ത് തോന്നുന്നു? അതൊരു അഹങ്കാരമല്ലേ ഇവർ കാണിച്ചത്? ശരിക്കും ഒരു ഹുങ്കല്ലേ ഇതിനകത്ത്? ധൂർത്തും ധിക്കാരവും ഒരേ തൂവൽ പക്ഷികളെ പോലെ ആണ് ഈ ഗവൺമെന്റിനെ സംബന്ധിച്ചിടത്തോളം എനിക്ക് കാണാൻ കഴിയുന്നത്. അത് ഈ ധൂർത്തെന്ന് പറയുമ്പോൾ ഇവിടെ പിന്നെ ഹെലികോപ്റ്റർ മേടിച്ച് ഇട്ടിരിക്കുകയാണ്. അതിന് മാസം തോറും ലക്ഷക്കണക്കിന് രൂപ വാടക കൊടുക്കുന്നുണ്ട്. ഇപ്പം നേരത്തെ എന്നൊക്കെ പറഞ്ഞു കഴിഞ്ഞാൽ അടിയന്തര ഘട്ടങ്ങളിൽ പിന്നെ ഹെലികോപ്റ്റർ ഉപയോഗിക്കുമായിരുന്നു. അപ്പൊ എന്താ വെച്ച് കഴിഞ്ഞാൽ നമ്മള് നേവിയോട് ആവശ്യപ്പെട്ട് അവരുടെ സർവീസ് എടുക്കുകയാണ് ചെയ്യുന്നത്. അപ്പൊ നമുക്ക് ആ ഒരു ദിവസത്തെ അതിന്റെ റെന്റ് കൊടുത്താൽ മതി. അതേസമയം ഇത് ഒരു 3-4 വർഷമായിട്ട് ഈ ഹെലികോപ്റ്റർ ഇവിടെ എടുത്തിട്ടിരിക്കുകയാണ്. അപ്പം പ്രതിവർഷം ഇത്ര കോടി രൂപ വെച്ച് കൊടുക്കണം. അപ്പൊ അതിനകത്ത് നമ്മളൊരു വിവരാവകാശം വഴിയായിട്ട് ഇതിന്റെ വിവരങ്ങൾ എത്ര കോടി കൊടുത്തു എന്നൊക്കെ തിരക്കി നോക്കിയപ്പോഴത്തേന് അവര് അത് വളരെ രഹസ്യമാക്കി വെച്ചിരിക്കുകയാണ്. വിവരാവകാശ നിയമം വഴിയായിട്ട് പോലും അത് പുറത്തേക്ക് വരുന്നില്ല. ഈ രീതിയിലുള്ള ഒരു ധൂർത്ത്, പിന്നെ 10-40 കാറുകളുടെ അകമ്പടി, പിന്നെ വഴിയിൽ ആരും നിൽക്കാൻ പാടില്ല, ഒരു കറുത്ത തുണി കാണിച്ചു കഴിഞ്ഞാൽ അവന്റെ തല തല്ലി പൊളിക്കുക, അത് കഴിഞ്ഞിട്ട് അത് രക്ഷാപ്രവർത്തനമാണെന്ന് പറയുക, പിന്നെ ഒരു കരിങ്കൊടി കാണിച്ചു കഴിഞ്ഞാൽ ഉടനെ കൊല്ലാൻ ശ്രമിച്ചെന്നും പറഞ്ഞ് കേസിടുക. അങ്ങനെ വളരെ ഈ ജനാധിപത്യ വിരുദ്ധമായിട്ടുള്ള ഒരുപാട് നടപടികൾ ഇവരുടെ ഭാഗത്തുനിന്ന് ഉണ്ടായിക്കൊണ്ടിരിക്കുകയാണ്. അപ്പൊ ഈ ധൂർത്തിനും ഈ അഹങ്കാരത്തിനുമൊക്കെ ജനങ്ങൾ തക്കതായ മറുപടി ഈ തെരഞ്ഞെടുപ്പിൽ നൽകുമെന്നാണ് എൻ്റെ ഒരു ഉറച്ച വിശ്വാസം. സർ, ഈ PRD ഉദ്യോഗസ്ഥർക്ക് മേലുണ്ടായ കേസ് കോടതി ഇടപെടലിലൂടെ അവർ നിരപരാധികൾ ആണ് എന്ന് തെളിഞ്ഞു എന്നൊരു വാർത്ത കേട്ടിരുന്നു. സാറിന് എന്താ അതിനെക്കുറിച്ച് പറയാനുള്ളത്? ഉദ്യോഗസ്ഥർ പെട്ടുപോവുകയായിരുന്നോ? സാറിന്റെ സുഹൃത്തുക്കൾ ഉണ്ടാവുമല്ലോ, എന്താ സാർ? അത് എനിക്ക് തോന്നുന്നു ആ കേസ് പിന്നെ അതിപ്പോഴും കോടതിയുടെ പരിഗണനയിൽ അപ്പീലായിട്ട് കിടപ്പുണ്ട്. അതിന്റെ അന്തിമ വിധിയൊക്കെ എങ്ങനെ വരുമെന്നറിയില്ല. പക്ഷെ അതിനകത്ത് ഉദ്യോഗസ്ഥരെ നമുക്ക് യഥാർത്ഥത്തിൽ കുറ്റപ്പെടുത്താൻ പറ്റത്തില്ല. കാരണം അവരെ ഗൺ പോയിന്റിൽ നിർത്തി ചെയ്യിക്കുന്നതാണിത്. ആ ചെയ്യിച്ചതാരാണോ അവരാണ് യഥാർത്ഥത്തിൽ ഇതിനകത്തെ കുറ്റവാളികളും. അവരെയാണ് പിടികൂടേണ്ടത്. ഏതായാലും സാർ, ധൂർത്തിന്റെ ഹുങ്കിന്റെ കുറേയധികം ജനങ്ങൾ ഒരു വേള മറന്നുപോയതായിരിക്കാം. ഏതായാലും ചാക്കോ സാറ് അത് ഓർമ്മപ്പെടുത്തി. തീർച്ചയായിട്ടും തുടർന്ന് മറ്റു വിഷയങ്ങളുമായി നമുക്കിരിക്കാം. താങ്ക് യു സാർ, നന്ദി.